പാപ്പ ഒന്ന് പടച്ചോനെ അല്ലാ പടച്ചോനെ റബ്ബേ അല്ലാ എടാ മോനെ എടാ ആളിച്ചു അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, റിയാക്റ്റും വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇത് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് ഇന്നലെ നടന്ന ഒരു ഉറൂസ് സംബന്ധമായിട്ടുള്ള വേല ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിന് ആനയും അമ്പാരിയുമായിട്ട് പോകുന്നതിനിടയ്ക്ക് ആന ഇടയുകയും ആ ആനയുടെ പാപ്പാനെ ചവിട്ടിക്കൂട്ടി പഞ്ചറാക്കുകയും ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടിയും കാണിക്കാം. അവിടെ ചവിട്ടിക്കൂട്ടുന്ന ഭാഗത്തുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ബ്ലർ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, യൂട്യൂബിൻ്റെയൊക്കെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അതിൻ്റെ ഒറിജിനൽ വേർഷൻ വേണമെന്നുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇവിടെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശുഹദാക്കളുടെ നേർച്ചയാണ് നടന്നത് എന്നുള്ളതാണ്. അത് സംബന്ധമായിക്കൊണ്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടിട്ട് വരാം. പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, വളരെ ദാരുണമായ സംഭവമാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ? അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുണ്ട്. ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സമയത്തൊന്നുമല്ല, അതിനു മുകളിൽ ആ നാട്ടുകാരായ 2 യുവാക്കളുണ്ടായിരുന്നു. അവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഭാഗമൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ കാണിക്കാം. ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്ന ചെറിയൊരു ഭാഗം കൂടി കേൾക്കാം നമുക്ക്. ആര്യ, പാലക്കാട് കൂറ്റനാട് ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടന്ന ദേശോത്സവത്തിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഇന്ന് രാത്രി 10:45 ഈ നേർച്ച കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് പാപ്പാനെ കുത്തിക്കൊന്നത്. ആന ഈ നേർച്ച കഴിഞ്ഞ് മടങ്ങി പോകുന്നതിനിടയിൽ ഇടയുകയായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. നാട്ടുകാർ നുണറിയാണ്. മടങ്ങിപ്പോകുന്ന സമയത്തൊന്നുമല്ല, നേർച്ചക്കിടയിൽ അതിൻ്റെ ഘോഷയാത്ര നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ആന പാപ്പാനായതുകൊണ്ട് ഒരു ഷഹീദിൻ്റെ കുറവ് അവർക്കുണ്ടായി, അല്ലെങ്കിൽ അവർ അതും ഒരു ഷഹീദാക്കിയിട്ട് മാറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ വീഡിയോ എടുക്കുന്നത്, നേരത്തെ വീഡിയോ എടുത്ത ആള് അല്ലാഹ് പടച്ചോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാനെയും പടച്ചോനെയും ഈ ഒരു അവസ്ഥ വരുമ്പോഴല്ല ജനങ്ങളെ വിളിക്കേണ്ടത്. ഈ നേർച്ച, ഉറൂസ്, മാമാങ്കം, ഉത്സവം, പൂരം ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. പിന്നെ അവിടെ ആനയടഞ്ഞിട്ട് ഒന്നിനെ ചവിട്ടിക്കൂട്ടുമ്പോൾ, ഇതാണ് ചവിട്ടിക്കൂട്ടുക എന്ന് പറയുന്നത്. ഭിത്തിയിലൊട്ടിക്കുക, വലിച്ചു വാരി തറയിലടിക്കുക എന്നൊക്കെ പറയില്ലേ, ഇത് തന്നെയാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ആനയുമായിട്ട് ഈ ഇസ്ലാമിൻ്റെ പേരിൽ ഉറൂസ്, ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് മടങ്ങിപ്പോകുന്ന വഴിക്ക് എന്ന് പറയല്ലേ, അതല്ല എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അതാ ചവിട്ടിക്കൂട്ടി. ഇനി നമുക്ക് അതാ അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് തല്ലാനൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾ അന്നാട്ടുകാരായ ആളുകളാണ്. അതിൻ്റെ മുകളിൽ 3 ആളുകളുണ്ട്. അവർ ചാടി രക്ഷപ്പെടുന്ന ഭാഗം കാണാം. അതാ ഒരുത്തൻ ചാടി രക്ഷപ്പെടുന്നുണ്ടോ? അച്ചക്കന്മാർ 2 പേര് ചാടിയിട്ട് അവിടുന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് പോകുന്നല്ല, ഉത്സവത്തിനിടയിൽ സംഭവിച്ച കാര്യം തന്നെയാണ്. ഇപ്പോൾ വേല നടക്കുമ്പോൾ ഇവർക്ക് വേല, അതിനെന്താണ് ഘോഷയാത്ര എന്നൊക്കെ പറയും. അതിനിടയിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് പരിക്കേൽക്കുമായിരുന്നു. ഇത് ആനപ്പാപ്പാൻ പടമായി വേറൊരാൾക്ക് സാരമായ പരിക്കേറ്റു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഈ ചാടിയ ആളുടെ കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് BP അങ്ങാടിയിൽ പുതിയങ്ങാടി നേർച്ചക്കിടയിൽ ആനയടഞ്ഞിട്ട് ഒരാളെ വലിച്ചു വാരി തറയിലേക്ക് എറിഞ്ഞത്. എന്നിട്ട് അത് കുറച്ച് ദിവസം മിംസ് ഹോസ്പിറ്റലിലൊക്കെ ചക്രശ്വാസം വലിച്ച് കിടക്കുകയും പിന്നീട് അത് പോവുകയും പടമാവുകയും ചെയ്തു. ഇതിനൊക്കെ എങ്ങനെ പറയാൻ കഴിയുള്ളൂ? അനാവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള
ബുദ്ധിയില്ലാത്തൊരു ജീവി, ഒരു ഭീമാകാരനായ ഒരു ജീവി, ആ ഒരു ജീവിയെ എഴുന്നള്ളിച്ചുകൊണ്ട് അതിൻ്റെ മേലെ കയറിയിരുന്നു കൊണ്ട് അതിന് മതിയായ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ അതിനെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അതിന് ദേഷ്യം വരും. അത് ഇന്ന് പാപ്പാനെ മാത്രമേ ഉപദ്രവിച്ചിട്ടുള്ളൂ. പാപ്പാനെ എടുത്ത് ശരിക്ക് ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്ലിയർ വീഡിയോ കയ്യിലുണ്ട്. ഉള്ള വീഡിയോ തന്നെ ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ആവശ്യമുള്ളവരെ വിളിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതിലേക്ക് ഞാൻ അയച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.